ആനപ്പിണ്ടം സാറിന് വലിയ ഇഷ്ടമല്ലേ? ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ എങ്ങനെ കഥ പറയാൻ ചെല്ലുന്ന പറഞ്ഞപ്പോൾ ഒരു ഡയറക്ടർ പറഞ്ഞു കൊടുത്താണ്, അയാൾക്ക് ആനപ്പിണ്ടം ഭയങ്കര ഇഷ്ടമാണ്, അത് പൊതിഞ്ഞുകൊണ്ട് പോയാൽ മതി. മിക്കവാറും ഡേറ്റ് കിട്ടുന്ന സത്യമായിട്ടും വീഡിയോ കണ്ടിരുന്നല്ലോ, ഭയങ്കര വൈറലായിട്ട് ഒരു കോഫി ഷോപ്പിൽ പോയിരുന്ന് ഭക്ഷണം കഴിക്കായിരുന്നപ്പോ ചെന്നൈയിലല്ലേ? ചെന്നൈയില് പസിക്കത് മണി എപ്പോഴും നമ്മള് ഷാഫി സാറിനെ കാണുമ്പോ പിന്നെ ഒരെണ്ണം ചോദിക്കുന്ന എപ്പോഴും എന്നുള്ള ദശമൂലം താമൂലം തിരിച്ചുകൊണ്ടിരും എന്നുള്ളതാണ്. ജയറാമേട്ടനാണ് പറഞ്ഞത്, നമ്മളാണെങ്കിൽ മലയാളികളാണെങ്കിൽ അമ്മ എന്ന് വിളിക്കും, തമിഴിലാകുമ്പോ അമ്മ. പുതിയ പിള്ളേരൊക്കെ സത്യമാഷയെ കാണിക്കുന്നത് കാണുമ്പോ വിഷമം തോന്നും അല്ലേ? ഷീലാമ്മയെ കാണിക്കുന്നത് വളരെ ഓവറായിട്ടൊക്കെ അങ്ങനെയൊക്കെ കാണിക്കണ്ടല്ലേ? ജയറാമേട്ടൻ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു സാധനം ഉണ്ട്, അതായത് മറ്റേ ഇത് വന്നിട്ടേ തുണി ഇങ്ങനെ പിടിച്ചിട്ട് ചൂടോടെ കുടുംബത്തിലെ രണ്ടുപേരുടെയും ഇനോഗ്രൽ പടങ്ങൾ, അതായത് ഡെബ്യൂ പടങ്ങൾ ചെയ്തത് ജയറാമേട്ടനാണ്. അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരിക്കുന്ന കാലം തൊട്ട് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ചെയ്തതും ആദ്യത്തെ കൺമണി രാജൻ സാറിന്റെ കൂടെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് എനിക്കോട് ഫസ്റ്റ് ഡേറ്റ് ചോദിക്കാൻ പോയത് അപ്പം അങ്ങോട്ട് തന്നെയാണ്. വൺ മാൻ ഷോ പടത്തിന് ഞാൻ ചെന്നിട്ടുണ്ട്. ശരി, ഷോ ആണ് ഓണായത്. അത് ആ കാലഘട്ടത്തിൽ അത് വേറൊരു ഞാൻ അസോസിയേറ്റ് ആയിട്ട് ഇരിക്കുമ്പോ വേറെ ഒരു ആർട്ടിസ്റ്റ് എടുത്ത് ഡേറ്റ് വെച്ചിട്ടില്ല, ജയറാമേട്ടൻ്റെ അടുത്ത് മാത്രമേ പോയിട്ടുള്ളൂ. സിനിമയില് അസിസ്റ്റന്റ് ആയിട്ടിരിക്കുമ്പോ ഏറ്റവും കൂടുതൽ പടം 6 പടം 7 പടം ഒന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്. ശരി, അത് ഒരു പരിചയവും ബന്ധമൊക്കെ വെച്ചിട്ട് വേറൊരാളോട് ചോദിക്കാൻ തോന്നുന്നേയില്ല. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞോളൂ, ഈ കൂടെ വർക്ക് ചെയ്തതിന് ഒരു ജയറാം അഡിക്ഷൻ വരും എന്ന് പറയാറുണ്ട്. കാരണം ഒരു പടം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പടവും പുള്ളിയെ വെച്ച് തന്നെ ചെയ്യാൻ തോന്നുന്നുള്ളൊരു സംഭവമാണ്. ഞാൻ കയറി വന്നപ്പോ ജയറാമേട്ടൻ പറഞ്ഞില്ലേ റാഫിക്കാണെന്ന് വിചാരിച്ചെന്ന് പറഞ്ഞു. അതെ അതെ, ഞാൻ ജയറാമേട്ടനെ പരിചയപ്പെടുന്നത് അതുപോലെ തന്നെ. കാരണം ഇവരുടെ അനിയൻ ബാവ ചേട്ടൻ ബാവ ഷൂട്ട് നടക്കുമ്പോ ഞാൻ ഷൂട്ട് കാണാനായിട്ട് ആലുവ പലസിൽ അവിടെ ആളുകളുടെ ഇടയിൽ ഞാൻ നിൽക്കുന്നുണ്ട്. അപ്പൊ ജയറാമേട്ടൻ ഇങ്ങനെ നടന്നുകൊണ്ട് എന്നെ കണ്ടു. പിന്നെ എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയിട്ട് അടുത്തുള്ള ആരോടെന്ന് പറഞ്ഞപ്പോൾ എന്നെ അടുത്തേക്ക് വിളിച്ചു. ഓർക്കണ്ടോ? ഞാൻ അടുത്തേക്ക് വന്നപ്പോൾ റാഫിയുടെ ആരെങ്കിലും ആണോ ചോദിച്ചു. അനിയനാണോ? ആ, എനിക്ക് തോന്നി കണ്ടോടത്ത് അങ്ങനെയാണ് പരിചയപ്പെടുന്നത്. അവിടെ തൊട്ട് കൺമണി എത്രയോ പടങ്ങൾ, ആദ്യത്തെ കൺമണി, ദില്ലി ബാലരാജകുമാരൻ, അതിലൊക്കെ അസിസ്റ്റന്റും അസോസിയേറ്റുമായിരുന്ന ഒരു കാലഘട്ടം. ഈ പൂരപ്പറമ്പിനെ കുറിച്ച് ഒരിക്കൽ ഉത്സവങ്ങളുടെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു TV ഇതിൽ പറഞ്ഞപ്പോൾ തൃശ്ശൂർ പൂരത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ തൃശ്ശൂർ പൂരം തുടങ്ങി 3 ദിവസങ്ങൾ അത് ഇത് പൂരം എല്ലാം കഴിഞ്ഞ് ആ പൂരത്തിന്റെ ലാസ്റ്റ് അടുത്ത ദിവസം ഒരു പകൽപൂരമുണ്ട്. പാറമേക്കാവ് തിരുവമ്പാടി ദേവിമാര് വിട ചൊല്ലി പിരിയുന്നു. അതും കഴിഞ്ഞിട്ടൊരു വെടിക്കെട്ടുണ്ട്. പകൽപൂരം അവസാനിച്ച് ജനങ്ങൾ മുഴുവൻ പിരിഞ്ഞു പോയ ശേഷം ആ ഉത്സവപ്പറമ്പിൽ പഴയ ആനപ്പിണ്ടവും കുറേ കടലാസുകളും പഴയ പനയോലകളും ഒക്കെ നടക്കുന്ന ഒഴിഞ്ഞു കിടക്കുന്ന അതിലൂടെ ഒന്ന് നടക്കും. ഇനി 1 വർഷം കഴിഞ്ഞിട്ടില്ല ഇത് കാണാൻ പറ്റുള്ളൂ. അപ്പം കിട്ടുന്ന ഈ ആനപ്പിണ്ടത്തിൻ്റെ ഒരു ചൂരൊക്കെ ഉണ്ടാവും. അതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പറമ്പിലൂടെ നടന്ന് അതിനെക്കുറിച്ചൊക്കെ വാചാലമായിട്ട് പറഞ്ഞു. ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ എങ്ങനെ കഥ പറയാൻ ചെല്ലുന്ന പറഞ്ഞപ്പോൾ ഒരു ഡയറക്ടർ പറഞ്ഞു കൊടുത്താണ്, അയാൾക്ക് ആനപ്പിണ്ടം ഭയങ്കര ഇഷ്ടമാണ്, അത് പൊതിഞ്ഞുകൊണ്ട് പോയാൽ മതി. മിക്കവാറും ഡേറ്റ് കിട്ടുന്ന സത്യമായിട്ടും ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, കഥ പറയാൻ ഇപ്പൊ ആനപ്പിണ്ടം സാറിന് വലിയ ഇഷ്ടമല്ലേ? ഞാൻ പറഞ്ഞു അതെന്താ? ഇല്ല, ആനപ്പിണ്ടം ആരോ പറഞ്ഞു എൻ്റെ അടുത്ത്, അത് പൊതിഞ്ഞുകൊണ്ടുപോയി. അങ്ങനെയാണ് ഡേറ്റ് കിട്ടണമെങ്കിൽ ജയറാമേട്ടന്റെ അടുത്ത് എത്തണമെങ്കിൽ ആനപ്പിണ്ടമായിട്ട് വരണത്. ഞാൻ പറഞ്ഞു ആനപ്പിണ്ടത്തിന്റെ ചൂരും എല്ലാം കഴിഞ്ഞ് ഉത്സവപ്പറമ്പ് എന്ത് രസമാണെന്ന് അറിയാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അതുകൊണ്ട് പോയാൽ മതി. ആനപ്പിണ്ടത്തിന്റെ ചൂര് ഷാഫിക്ക് അങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. വൺ മാൻ ഷോ കൺസീവ്, വൺ മാൻ ഷോയിൽ തുടങ്ങാം. വൺ മാൻ ഷോ എന്ന് പറയുന്നത് അത്രയും നാളുള്ള സിനിമാ ഗ്രാമറിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ടാണ് ചെയ്തതും. കാരണം ഒരു കോടീശ്വരൻ പരിപാടി പിന്നീട് എത്രയോ നല്ല ശരിക്കും തോന്നുന്നു സ്ലം ഡോഗ് മില്യണയറിൽ അത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് അല്ലേ ആദ്യം വന്നത് വൺ മാൻ ഷോയിലാണ്. ഞാൻ പറയുന്നത് ആ സമയത്തുള്ള സാധനം പിന്നീട് എത്രയോ വർഷമാണ് പിന്നീട് ഹോളിവുഡിൽ വരെ വന്നത്. സോഷ്യൽ മീഡിയയിൽ പല കാര്യങ്ങൾക്കും അതിൽ നിന്നുള്ള ഞാനും മണിയുമായിട്ടുള്ള കോമ്പിനേഷൻ. ഈവൻ എനിക്ക് തോന്നുന്നു നമ്മുടെ സിദ്ദിഖ് ലാൽ സാറിന് ശരിക്കും സൈക്കോ ഇമേജ് ഉണ്ടാക്കി കൊടുത്തതിൽ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ തന്നതും അവിടെ നിന്നാണെന്ന് വേണമെങ്കിൽ പറയാം.
അല്ലെ ഇന്നും മറ്റേ ഈ ചിരിയൊക്കെ അതിൽ നിന്നുള്ള മീമാണ് കട്ട് ചെയ്ത് വരാറ്. ഞങ്ങളുടെ ഒരു നൈറ്റ് സീനില്ലേ, അതെ, മറ്റേ ഫസ്റ്റ് നൈറ്റ്. ഇംപ്രവൈസേഷൻ എന്ന് പറയുന്നത് ഇവരുടെ ഒരു ടീമിന്റെ ഏറ്റവും വലിയ കാര്യം. ഞാൻ പറയും, ഈ കുടുംബത്തിലെ രണ്ടുപേരുടെയും ഫസ്റ്റ് പടങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഇവരുടെ ഒരു ടീമിന്റെ ഒരു ഇംപ്രവൈസേഷൻ ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നു ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്നിരുന്നാൽ ഉണ്ടാവുന്ന ഹ്യൂമറാണ് നമ്മൾ ഇന്ന് വീണ്ടും കണ്ട് സ്ക്രിപ്റ്റഡ് അല്ല, വല്ലതും എഴുതി വെച്ചിട്ടുള്ളതല്ല, അപ്പം ഇംപ്രവൈസ് ചെയ്ത് ഉണ്ടാക്കുന്നത് ഒരുപാട്. അത് ഇപ്പൊ എന്താ പറയുക, ഇപ്പൊ തമിഴിലാണെങ്കിൽ തെന്നാലി എന്നൊരു പടം, അല്ലെങ്കിൽ പഞ്ചതന്ത്രം എന്നൊരു സിനിമ, എക്കാലത്തെയും ഏറ്റവും ബെസ്റ്റ് ഹ്യൂമർ പടങ്ങളുണ്ട്. പഞ്ചതന്ത്രത്തിലൊന്നും പ്രോപ്പർ സ്ക്രിപ്റ്റ് പോലും ഇല്ല. ക്രേസി മോഹൻ എന്ന് പറയുന്ന ഒരു അത്ഭുതമായ റൈറ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹവും കമലഹാസനോട് കൂടി കഴിഞ്ഞാൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ആ എല്ലാം ചാണക്യൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 1989 89 ടി കെ രാജകുമാറിന്റെ ഫസ്റ്റ് പടം. അഗൈൻ അതും ഫസ്റ്റ് പടം, അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പടവും കമലഹാസൻ ജയറാം കോമ്പിനേഷനിലാണ് വന്നത്. പക്ഷെ പിന്നീട് കമലഹാസനും ഒത്തൊരു സിനിമ ചെയ്യുന്നത് തെന്നാലിയാണ്. ഒരു അത് നമ്മൾ പറയുന്നത് 89 to 2000 ഒരു 11 വർഷത്തേക്ക്. പക്ഷെ എന്നാൽ ഞാൻ കണ്ടിട്ടുണ്ട് മിക്കവാറും ഇന്റർവ്യൂസിലൊന്നല്ല, പല സ്റ്റേജുകളിലും ഇതിലുമൊക്കെ നിങ്ങളുടെ ഇടയിലുള്ള ഒരു ബന്ധം ഭയങ്കര ഹ്യൂജാണ്. അദ്ദേഹം പലപ്പോഴും വളരെ റെസ്പെക്റ്റോടുകൂടി നടന്മാരെ പറ്റി പറയുമ്പോൾ എടുത്തു പറയുന്ന പേരാണ് ജയറാമേട്ടൻ്റെ. അത് എങ്ങനെയാണ് ഈ ഒരു 11 ഇയേഴ്സിന്റെ ഒരു ഗ്യാപ്പ് അപ്പൊ അതിനിടയിൽ ഉണ്ടായിട്ടില്ല? നല്ല ഫ്രണ്ട്ഷിപ്പ് അല്ലേ, ഗ്യാപ്പ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ അദ്ദേഹത്തിന് എപ്പോഴാണ് അടുത്ത പടം കൂടെ ഒരുമിച്ച് ഞാൻ ചോദിച്ചിട്ടുമില്ല. അല്ലാതെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഓഫീസിൽ വിളിക്കും, എന്തെങ്കിലും വെറുതെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും, മറ്റു തമാശകൾ പറയും, എന്തെങ്കിലും അല്ലാതുള്ള തമാശകൾ കോമൺ ആയിട്ട് നടന്നു കഴിഞ്ഞാൽ രാവിലെ വിളിക്കും. അങ്ങനത്തെ നല്ല ഫ്രണ്ട്ഷിപ്പാണ്. പക്ഷെ ഒരു സിനിമ ചെയ്യാൻ കുറെ വർഷം വേണ്ടി, ഒരു 2000 ആയി പിന്നെ തെന്നാലി എപ്പോഴും നമ്മള് ഷാഫി സാറിനെ കാണുമ്പോ പിന്നെ ഒരെണ്ണം ചോദിക്കുന്ന എപ്പോഴും എന്നുള്ള ദശമൂലം താമൂലം തിരിച്ചുകൊണ്ടിരും എന്നുള്ളതാണ്. തിരിച്ചുകൊണ്ടിരാണ്ട് ഒരു 5 കൊല്ലമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അടുത്തൊരാളെ കൊണ്ടുവരാം എന്ന് വെച്ചാൽ അടുത്തൊരാളെ കൊണ്ടുവരുന്നത് എന്തെന്ന് വെച്ചാൽ ഇതുവരെ വിളിച്ച എല്ലാം സർപ്രൈസ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഇടയിലുള്ള കോമ്പിനേഷൻ, നമുക്ക് ഇന്ന് നമ്മളെല്ലാവരും നമ്മുടെ ജനറേഷനെ പറ്റി പറയാം, നമ്മൾ കോഹോട്ടല്ല, നമ്മൾ മുമ്പോട്ട് പോകാറില്ല. നമ്മുടെ പഴയ കാലത്തിൽ നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കുന്ന ഒരു ജനറേഷനാണെന്ന് പറയാം. അപ്പോൾ ചെയ്ത സിനിമകളിലെ പല ഭാഗങ്ങളും ഇന്നും നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ മൊബൈലിലും ഇതിലുമൊക്കെ കാണുന്നതിൽ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ ഭയങ്കര ഹിറ്റായിട്ടുള്ള കോമ്പിനേഷനായിരുന്നു. അത് എനിക്ക് തോന്നുന്നത്, എൻ്റെ ഇത് തെറ്റല്ലെങ്കിൽ, മിന്നാമിനിങ്ങിന് മിന്നുകെട്ട് എന്ന് പറയുന്ന സിനിമയിലാണ് ഈ കോമ്പിനേഷൻ ആദ്യമായിട്ട് വന്നത്. പിന്നീട് ഈക്വലി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറായിട്ട് ഷാഫി സാറിന്റെ ബ്രദർ റാഫി സാർ ഡയറക്ട് ചെയ്ത പുതുക്കോട്ടയിലെ പുതുമണവാളനിൽ വന്നു. Of course, പ്രേം കുമാർ. Let's welcome പ്രേം കുമാർ. കണ്ടല്ലോ, അടുത്ത ആളിനെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. നിങ്ങളുടെ കോമ്പിനേഷൻസ് ഞാൻ പറയുന്നത് നമ്മളിപ്പോ ഓഡിയൻസിന്റെ മനസ്സിലൂടെ പോകുന്നത് പുതുക്കോട്ടയിലെ പുതുമണവാളനില് ഇല്ല എന്ന കുറച്ച് സാധനം മാറ്റി വെച്ചിട്ടുണ്ട്. എന്ത് നിങ്ങൾ തമ്മിൽ അത് ചെയ്തതാണെന്നുള്ള ശരിക്കും ഞാൻ പറയുന്നത് വലിയ പാടാണ്. അപ്പോ നിങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസ് നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അത് പുതുക്കോട്ടയിലെ പുതുമണവാളൻ എല്ലാം ഞാൻ പറഞ്ഞില്ലേ, അനിയൻ ബാബ ചേട്ടൻ ബാബയില് ഇന്നും നമ്മുടെ അവിടെ ഒരു സാധനം വർക്കായിട്ടില്ല, ഒരു എന്തെങ്കിലും ഒരു എക്യുപ്മെന്റ് വർക്കായിട്ടില്ലെങ്കിൽ റെക്കോർഡിംഗ് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ കുഴപ്പം എന്നുള്ളത് പറയാറുണ്ട്. ഷാഫി സാർ ഒന്ന് അസിസ്റ്റന്റ് അല്ലേ? അല്ലെ, പുതുക്കോട്ടയില് അസിസ്റ്റന്റ് ഡയറക്ടർ അല്ലേ? അതൊരു ഗംഭീര സീനായിരുന്നു. ആക്ച്വലി ഒരു വലിയ നിർണായക രഹസ്യം അതോടുകൂടിയാണ് എൻ്റെ ഒരു നിലനിൽപ്പിന്റെ പ്രശ്നം. ഇതെങ്ങനെയെങ്കിലും റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജലംജിയുടെ അടുത്ത് പോയിട്ട് ആ രഹസ്യം ഇങ്ങനെ പിടിച്ചെടുത്തിട്ട് എല്ലാം സക്സസ് ആയിട്ട് ഇന്ദ്രൻ ചേട്ടൻ ടേപ്പ് റെക്കോർഡ് ചെയ്തിട്ട് കൊണ്ടുവരികയാണ്. ഇനി ഇത് വെച്ചിട്ട് നമ്മളൊരു കളി കളിക്കണം. വലിയമ്മാവനും ചെറിയമ്മാവന്റെ മുമ്പിൽ പ്ലേ ചെയ്യണം. സംഭവം എല്ലാം നിങ്ങൾ അനിയനെയും ചേട്ടനെയും പറ്റി എന്റെ ഈ വീടിനെ പറ്റി അവൻ പറഞ്ഞെന്താണെന്നറിയോ എന്ന് പറഞ്ഞിട്ട് ഓൺ ചെയ്യുമ്പോഴാണ് ചെകുത്താൻ കയറിയ വീട്. നിങ്ങൾ അനിയനെയും ചേട്ടനെ പറ്റിയുള്ള എന്റെ അഭിപ്രായം ABCD കംപ്ലീറ്റ് പൊളിഞ്ഞു. അങ്ങനെ അവിടുന്ന് ചവിട്ടി പുറത്താക്കിയിട്ട് ഇതും കൊണ്ട് വരുമ്പോഴത്തേക്കാണ് ഇന്ദ്രൻ ചേട്ടൻ പറഞ്ഞു, ഊഫ് ഒരു കംപ്ലൈന്റ് എന്തായിരുന്നു കംപ്ലൈന്റ് റെക്കോർഡിംഗ് വർക്ക് ചെയ്യുന്നില്ല.
റെക്കോർഡിംഗ് വർക്ക് ചെയ്യാത്ത ടേപ്പ് കൊണ്ടാണ് റെക്കോർഡിംഗ്. ഈ പുതുക്കോട്ട ആലപ്പുഴയിൽ കളിച്ചോണ്ടിരിക്കുമ്പോ പുതുക്കോട്ടയാണ് അനിയമ്പാവ കണ്ടോണ്ടിരുന്നിട്ട് ഒരാള് ചിരിച്ച് ബോധം കെട്ട് വീണിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയി പറയുന്നത് കുറെ കഴിഞ്ഞിട്ട് അറിഞ്ഞത്, അല്ലെങ്കിൽ ആ സമയത്തായിരുന്നെങ്കിൽ അത് പരസ്യം. ഇതിന്റെ അകത്തൊരു ഒരു വലിയ സംഭവം വെച്ചാല് റാഫിമൊക്കെ അവരുടെ സ്ക്രിപ്റ്റിന്റെ ഒരു സംഭവം ഉണ്ട് അല്ലേ, അവർ A to Z ഡയലോഗ്സ് ഒക്കെ അതിനകത്ത് എഴുതിയിരിക്കും. നമുക്കൊന്നും വല്ലാതെ ഇംപ്രൂവൈസ് ചെയ്യേണ്ടി വരില്ല, അതിനകത്ത് അങ്ങ് എല്ലാ സാധനം. മറ്റേ ആ സീനില്ലേ നമ്മുടെ ഇത് പുതുക്കോട്ടയിലെ നമുക്കൊന്ന് റീക്രിയേറ്റ് ചെയ്യാം ഇവിടെ. പുതുക്കോട്ടയിലെ പെട്ടെന്ന് രാത്രി വിശന്നിട്ട് ചോദിക്കുന്ന സാധനല്ലേ, അതില് ജയറാമേട്ട ഫസ്റ്റ് ചെയ്യേണ്ട ഒരു സാധനം ഉണ്ട്. അതായത് മറ്റേ ഇത് വന്നിട്ടേ തുണി ഇങ്ങനെ പിടിച്ചിട്ട് ചൂടോടെ അതാണ് മറ്റേ ചൂടോട് അതൊന്ന് കാണിക്കുന്നത്. അതിലെ ഡയലോഗ്സ് ഒന്നും നമ്മൾ ഇംപ്രൂവൈസ് ചെയ്തിട്ടേ ഇല്ല, അത് കംപ്ലീറ്റ് ആ സ്ക്രിപ്റ്റിൽ അങ്ങനെ എഴുതി വെച്ചിരിക്കുക. നമുക്ക് ആ ഒരു സീൻ പുതുക്കോട്ടയിലെ ഒന്ന് ഓർത്തെടുത്ത് നമുക്ക് ഇപ്പോൾ ഒന്ന് ചെയ്യാം. അപ്പൊ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, അദ്ദേഹം ഈ കഞ്ഞി മാറിയിട്ട് കയ്യും കെട്ടി ഇങ്ങനെ നിൽക്കും. ഇന്ന് ചോറ് വെച്ചില്ലേ? ഇല്ല. മനുഷ്യനായ കുറച്ച് ആത്മാർത്ഥത വേണം. അതെ, ഈ ആത്മാർത്ഥത ഇട്ട് പുഴുങ്ങിയ കഞ്ഞിയാവില്ല, അതിന് അരി എന്ന് പറയുന്ന സാധനം വേണം. അരി ഇല്ലേ? അരിയില്ല. എന്നാ കുറച്ച് ചായ ഇട്ടുക. അതെ, ചായപ്പൊടിയും പഞ്ചസാരയും ഇല്ലാതെ ചായ ഉണ്ടാക്കാൻ ഞാൻ മാജിക് ഒന്നും പഠിച്ചിട്ടില്ല. എന്ത് ചോദിച്ചാലും ഇല്ല ഇല്ല ഇല്ല. എന്തെങ്കിലും ഇവിടെ ഉണ്ടോ? ഒരു സാധനമുണ്ട്. ഉണ്ടോ? കപ്പലണ്ടി? കടല? നല്ല 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 കപ്പ, നല്ല വിശപ്പുണ്ട്. വേണോ? അത് ആവശ്യത്തിലധികം എൻ്റെ ഉണ്ട്. ആണോ? എന്നാ കുറച്ചുകൊണ്ട് ബാങ്കിൽ ഇട്, വിശപ്പില്ലാത്തപ്പോ നമുക്ക് എടുക്കാമല്ലോ. അത് പോട്ടെ, നിന്റെ ഒരു 25 രൂപ ഉണ്ടായിരുന്നു. ആ പൈസക്ക് ഞാൻ ഫെയർ ആൻഡ് ലവ്ലി വാങ്ങി തേച്ച്. അവിടെ നോക്ക്. എന്തേ ഇത്രയോ വർഷത്തിന് ശേഷം ഇവിടെ ഇരുന്ന് നേരിട്ട് കാണുമ്പോ അതൊരു വേറൊരു ഫീലുമാണ്. ഇപ്പൊ ഏത് കഥാപാത്രം ആയിക്കോട്ടെ, ഒരു കാമുകനായിക്കോട്ടെ, അല്ലെങ്കിൽ നല്ലൊരു ഭർത്താവായിക്കോട്ടെ, ഗൃഹനാഥനായിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, അതിന്റെ അങ്ങ് സത്യസന്ധതയാണ്. ആ ഒരു എന്താണ്, നമുക്ക് ഒട്ടും ഒരു ആർട്ടിഫിഷ്യലായിട്ട് തോന്നില്ല. ഇപ്പൊ ആ കഞ്ഞിയെടുക്കാൻ പറ്റുന്ന സീനില് അവിടെ കഞ്ഞി ഉണ്ടെന്നങ്ങ് വിശ്വസിച്ചിട്ട് അതിന്റെ ഒരു ചൂടൊക്കെ അങ്ങ് ഫീൽ ചെയ്താ എടുക്കുന്നതൊക്കെ അത്രയും ഒരു സത്യസന്ധത എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം. അത് ആ ജീവിതത്തിൽ കൂടെ ഉള്ളൊരു സാധനമാണ്. എനിക്ക് അതൊക്കെ ഭയങ്കര തോന്നുന്നു. ഒരു ചിരിക്കുന്നതാണെങ്കിൽ, ഒരു കഥാപാത്രം ചിരിക്കുന്നതാണെങ്കിൽ ആ ചിരിയുടെ തീവ്രത അതിനകത്ത് കാണിക്കും. കരയുന്നതാണെങ്കിൽ അപ്പൊ ഏത് ഇമോഷൻസ് ആണെങ്കിലും അതിന്റെ ഒരു ഇന്റൻസിറ്റിയിൽ അഭിനയിക്കുന്ന ആക്ടർ. അത് മാത്രമല്ല ജയറാമേട്ടനാണ് നമുക്ക് ആ ഇന്റൻസിറ്റിയുടെ വ്യത്യാസം പറഞ്ഞു തന്നിട്ടുള്ളതും സിനിമയില്. ജയറാമേട്ടനാണ് പറഞ്ഞത്, നമ്മളാണെങ്കിൽ മലയാളികളാണെങ്കിൽ അമ്മ എന്ന് വിളിക്കും, തമിഴിലാകുമ്പോ അമ്മ സാധനമൊക്കെ. എനിക്ക് തോന്നുന്നത് ക്യാരക്ടറിന്റെ കൂടി ഒരു സ്വന്തം ഒരു ക്യാരക്ടറിന്റെ ഒരു ഭാഗം കൂടിയാണ്. കഥാപാത്രങ്ങളിലും അത് ഫീൽ ചെയ്യുന്നത്. വൺമാൻ ഷോയിലെ ഒരു റിയാക്ഷൻ സ്റ്റിക്കറായിട്ട് ഭയങ്കര കാരണം രാത്രി ഇങ്ങനെ മറ്റേ ഉറക്ക ഗുളികയൊക്കെ എടുക്കാൻ പോകുന്നൊരു സീക്വൻസ് ഉണ്ട്. ഫസ്റ്റ് നൈറ്റ് സീക്വൻസിൽ ഈ പ്രസാദ് സാറ് പിടിക്കുമല്ലോ, അപ്പൊ എവിടെ പോണെന്ന് ചോദിക്കുമ്പോ ഒരു മോം വെച്ചിട്ട് കാണിക്കുന്നുണ്ട്, അതിപ്പോ സ്റ്റിക്കറായിട്ട്. അത് ജയറാമന്റെ സ്റ്റിക്കേഴ്സ് ഇഷ്ടം പോലെ ഉള്ളു. ഇതുപോലെ തന്നെ മറ്റേ ഇതുണ്ട്, അതായത് നമ്മുടെ ഹാപ്പി ഹസ്ബൻഡ്സിലെ മറ്റേ ഇതിനകത്ത് ഇങ്ങനെ നോക്കിട്ട് ഇങ്ങനെ ഒരു സാധനം കാണിക്കില്ലേ. അത് എനിക്ക് തോന്നുന്നു ചേട്ടാ, ഈ പിന്നെ ജനം ഈ മിമിക്രി എന്ന് വന്നതിന്റെ ഒരു സംഭവം ഉണ്ട്. അത് ഭയങ്കര ശക്തിയാണ്. നമ്മൾ മിമിക്രി പലരും പല രീതിയിലൊക്കെ അതിനെ പറയാറ്, പക്ഷെ ഞാനിതൊരു വലിയ കലയായിട്ടാണ് കാണുന്നത്. കാര്യം ഇത് വലിയ പ്രതിഭകൾക്ക് മാത്രം പറ്റുന്ന സാധനം. സുരാജൊക്കെ പിന്നീട് ഒരുപാട് വേദികൾ എന്നെ ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്റെ തുടക്കം ശരിക്കും ജയറാംജിയാണ്. ചില പുതിയ പിള്ളേരൊക്കെ സത്യമാഷയെ കാണിക്കുന്നത് കാണുമ്പോൾ വിഷമം തോന്നും അല്ലേ. ഷീലാമ്മയെ കാണിക്കുന്നത് വളരെ ഓവറായിട്ടൊക്കെ കൊച്ചു മലയാളി അങ്ങനെയൊക്കെ കാണിക്കണ്ടല്ലേ. അയ്യോ, പക്ഷെ അതാ പറഞ്ഞ നിങ്ങളുടെ ഒരു സ്കൂള് മൊത്തമായിട്ട് അതിനെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരാൾക്കാരോ അവരൊരിക്കലും അത് സമ്മതിക്കില്ല. ഈവൻ സോമൻ സാറിനെയൊക്കെ കാണിക്കുമ്പോഴും നിങ്ങൾ ബോഡി ലാംഗ്വേജിലൊക്കെ ഉള്ള ചെറിയ സാധനങ്ങൾ മാത്രം വെച്ചാണ് ഇതുണ്ടാക്കുക, അല്ലാതെ ഒരിക്കലും എറിയാറില്ലായിരുന്നു. അത് ഞാൻ ചോദിക്കട്ടെ ചേട്ടാ, അതുകൊണ്ടാണ് ഇപ്പോഴും കാണിക്കുമ്പോൾ ആർക്ക് ഹർട്ട് ചെയ്യാം. അബ്സല്യൂട്ട്ലി. അതെ, ഇപ്പൊ ഒരു സ്റ്റേജിൽ ഒരു പ്രഭു സാറിനെ കാണിച്ചാലോ അല്ലെങ്കിൽ വേറെ കാണിച്ചാലോ അവർക്കൊന്നും ഹർട്ട് ചെയ്യാത്തത് കൊണ്ടാണ്. നാച്ചുറൽ ആയിട്ടുള്ള അവരുടെ ലൈഫ് പറയുന്നത്. പെട്ടെന്ന് അതിലേക്ക് വന്നത് കൊണ്ട് നമ്മൾ പ്രഭു സാറിന്റെ ഒരു കാര്യം ഇപ്പം
ഏതെങ്കിലും കടയിൽ പോയി ഭക്ഷണം കഴിക്കാതിരുന്നവരെ അവിടുത്തെ വെയിറ്റേഴ്സ് വരെ ട്രോളി തുടങ്ങി, മണി പസിക്കുന്ന മണി. ആ ഒരു വീഡിയോ കണ്ടിരുന്നല്ലോ, ഭയങ്കര വൈറലായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഒരു കോഫി കോഫി ഷോപ്പിൽ പോയി ഇരുന്ന് ഭക്ഷണം കഴിക്കായിരുന്നപ്പോ ചെന്നൈയിലല്ലേ, ചെന്നൈയില് പശിക്കുന്ന മണി ഓർഡർ കൊണ്ടുവരുമ്പോ അതൊരു ഭയങ്കര ഇതായിട്ട് പോയി. ഞാൻ ചോദിക്കുന്നത് പ്രഭു സാറൊക്കെ അതെങ്ങനെയാണ് എടുക്കുന്നത്? അയ്യോ പ്രഭു സാർ വളരെ ഇതായിട്ടുണ്ട്. എത്രയോ വർഷമായിട്ടുള്ള ബന്ധമുണ്ടല്ലോ പ്രഭു സാർ. ഞാനത് ചെയ്യുന്നതിന് മുമ്പും പെർമിഷൻ ചോദിച്ചു. സാർ തൊട്ടടുത്തിരിക്കുന്നുണ്ട് അവിടെ. അപ്പോ മണിസാറിന്റെ പെർമിഷൻ ചോദിച്ചു, സാറിന്റെ പെർമിഷൻ ചോദിച്ചു. മണിസാറിന്റെ സൗണ്ട് ആദ്യമായിട്ട് നമ്മൾ അറിയുന്നത് അതിലൂടെയാണ്. മണിരത്നം ഇങ്ങനെയാണ് സംസാരിക്കണേന്നുള്ളത് നമ്മൾ വിചാരിക്കും മറ്റേ ഘനഗാംഭീര്യമായിട്ട് സംസാരിക്കുന്നല്ലോ വിചാരിക്കുന്നത്. പുള്ളി പറഞ്ഞപ്പോഴാണ് മധുസാറൊക്കെ വേറെ ആരെങ്കിലും അദ്ദേഹത്തെ പറ്റിയിട്ട് അത് ഭയങ്കര ദേഷ്യം പുള്ളി ഭയങ്കര തീർച്ചയായും ഈ കോൺവെന്റ് എഡ്യൂക്കേഷൻ ആണ് മണിസാറിന്. അപ്പൊ അതുകൊണ്ട് പാതി ഒരു ഇംഗ്ലീഷ് കലർന്ന തമിഴാണ്. അപ്പൊ തീർച്ചയായും തിയേറ്ററിൽ കണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ കാത്തിരിക്കുകയാണ്. ഉറപ്പായും ജയറാമേട്ട 11th ആണ് നമ്മുടെ ഡേറ്റ്. 11th തിയേറ്ററിൽ എത്തുമ്പോ ആരു പറഞ്ഞാലും നേരു പറയാലും ഓരോന്നു തോന്നിയാൽ നന്നല്ല, അത് ഓർമ്മയിൽ വച്ചത് പൊന്നല്ല. നെല്ലും പതിരും തിരിച്ചറിഞ്ഞിടണം, എല്ലാരും മാവേലിമാരല്ല, നമ്മളെല്ലാം ഹരിചന്ദ്രന്മാരല്ല. തെറ്റു ചെയ്യാത്തവരാരുണ്ട്, തെറ്റു ചെയ്യാത്തവരാരുണ്ട്, തെറ്റ് ചെയ്യാത്തവരാരുണ്ട്, തെറ്റ് ചെയ്യാത്തവരാരുണ്ട്. അത് പറഞ്ഞ റീക്രിയേഷൻ ഓഫ് പുതുക്കോട്ട നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും ഒരുമിച്ച് കിട്ടിയപ്പോ. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു. നമ്മുടെ കോ ആർട്ടിസ്റ്റുകളുടെ കാര്യം പറഞ്ഞു. ജയറാമേട്ടന്റെ കൂടെയുള്ള കോ ആർട്ടിസ്റ്റുകൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഈ കൊടുക്കൽ വാങ്ങലുകൾ ഭയങ്കര രസമായിട്ട് കൊണ്ടുപോയിട്ടുള്ളവരാണ്. അതിനകത്ത് ഇപ്പോൾ ചെറിയ റോൾ ചെയ്യുന്ന ആളായാലും വലിയ റോൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും എപ്പോഴും അവർ അഭിനയിച്ച് കഴിയുമ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ജയറാമേട്ടൻ ഒരു വാംത്ത് ഉണ്ട്. എല്ലാവരെയും ഒരേപോലെ കൊണ്ടു നിർത്തി അവർക്ക് വേണ്ടതെല്ലാം ആ ഒരു സെറ്റിൽ അവരെ ആരെയും ചെറുത് വലുത് എന്ന് മാറ്റി നിർത്താറില്ല. അത് ഞാൻ നേരിട്ടും കണ്ടിട്ടുള്ളതാണ്, നമുക്ക് ബാക്കി പലരും പറഞ്ഞു അറിയാവുന്നതാണ്. അത്തരത്തിൽ അടുത്തൊരാൾ വരാനുള്ളതെന്ന് പറഞ്ഞാൽ ജയറാമേട്ടൻ്റെ കൂടെ കുറേ സിനിമകളിൽ കോ ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ചിട്ടുള്ള ആളാണ്. മലയാളത്തിൽ ഒരുപാട് നല്ല രസകരമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ജയറാമേട്ടൻ്റെ ഈ ഒരു മീറ്റപ്പ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വേഗം വന്നു എനിക്ക് സംസാരിക്കണം എന്ന് പറയുന്ന ഒരാളായിരുന്നു. നമുക്ക് ലെറ്റ്സ് വെൽക്കം പൊന്നമ്മ ബാബു. പൊന്നമ്മ ബാബു ചേച്ചി വന്നിട്ടുണ്ട്. ആക്ച്വലി ടു സേ ഇവരെ കാണാൻ എത്ര പെൺപിള്ളേർ വരും അറിയൂ. 1 മണിക്ക് ബ്രേക്ക് പറഞ്ഞപ്പോഴാണ് അറിയുന്നത് ശീല ചേച്ചി പറഞ്ഞത്. ഒന്നുമില്ല, അകത്ത് വെച്ചിട്ടുള്ള തലേണയില്ലേ, അതൊന്ന് പാവം തല വെച്ച് കിടക്കാൻ വേണം. അതാണ് ചോദിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് ഈ ഗർഭം എന്റെയാ, സത്യമാശം ആ ഗർഭം എന്റെയാ. അതാണ് ഈ തലേണ ആർക്കെങ്കിലും ഒന്ന് വേണം അവിടെ വെച്ച് കിടക്കാൻ വേണ്ടി.